ഹായ്, ഇന്ന് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ക്യാൻറ്റീൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ നേവി ക്യാൻറ്റീൻ. ഇവിടെ ഇന്ത്യൻ നേവി ക്യാൻറ്റീൻ ബേലാപ്പൂരാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ അവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല അവിടേക്ക് പോകാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും വൈകിട്ടായപ്പോൾ ഇറങ്ങിയതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടെ പുതുതായിട്ട് വരാൻ പോകുന്ന എയർപോർട്ട്. DB പാട്ടീൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറയും അതിൻ്റെ പേര്. അങ്ങനെയാണ്. അപ്പം ഇനോഗ്രേഷൻ ഇപ്പം അടുത്തുണ്ടാവും, പണി കഴിയാറായി എന്നൊക്കെ പറയുന്നുണ്ട് ന്യൂസിലൊക്കെ. എന്ന് കഴിയുമെന്നറിയില്ല. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലെത്തി. ആ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങാണ് ക്യാൻറ്റീൻ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഗ്രോസറിയും പിന്നെ ബാഗ്, അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഡ്രസ്സ്, അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകളൊക്കെ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഞങ്ങൾ ഗ്രോസറി ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്ക്, അത്യാവശ്യം നല്ല രസമുള്ളൊരു പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം. അപ്പം ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് അവിടെ വരെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി അവിടേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ജിം പാർക്കും കൂടിയാണെന്ന് തോന്നുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് ആരും അങ്ങനെ അവിടേക്ക് വരുന്നൊന്നുമില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, പച്ചപ്പും ഹരിതാപവും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ നടുക്കിലായിട്ട് കുറച്ച് വെള്ളമുള്ളൊരു ഏരിയ ഒക്കെ കാണാനുണ്ട്. അതിങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കധികം സമയം വൈകിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പോവാറൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അത്രയ്ക്കൊന്നും നടന്നില്ല. പിന്നെ മഴയും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നമുക്ക് ഈവനിങ് വാക്ക് അങ്ങനെയുള്ളതിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിചാരം മറ്റേ പാർക്ക് പോലത്തെ പാർക്കാണെന്ന് പറഞ്ഞാൽ ഇവർ അതിലൊക്കെ കയറി എന്തൊക്കെയോ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അതിൻ്റെ ആ മതിൽ കാണുന്നില്ല, അതിൻ്റെ ഉൾഭാഗത്തായിട്ട് വെള്ളമൊക്കെ കാണാനുണ്ട്. ഇതങ്ങനെ അങ്ങോട്ട് ചുറ്റും റൗണ്ടായിട്ട് എന്തൊക്കെയോ ഉണ്ട് അവിടെ. ഇന്നത്തെ പ്രാവശ്യം അവിടേക്ക് പോകുമ്പോൾ വേണം പോയി നോക്കാനായിട്ട് എന്താണ് അപ്പുറത്തുള്ളത്. നമുക്ക് നോക്കാം, ഒരു റൗണ്ട് അങ്ങനെ ഇത്തിരി നേരത്തെ പോവുകയൊക്കെ ആണെങ്കിൽ നമുക്കൊരു റൗണ്ട് നടന്നൊക്കെ വരാമല്ലോ. മഴ പെയ്തിട്ട് ഓരോ ഭാഗത്തും വെള്ളം ആകെ ചളിയൊക്കെയാണ്. എന്നാൽ ഇവരുടെ അടുത്ത് പറഞ്ഞാലൊന്നും ഇവർ കേൾക്കില്ല. ഇവരതിലൊക്കെ എന്തൊക്കെയോ കാണിച്ച് നടക്കുന്നുണ്ട്. എൻ്റെ പേടി അതല്ല, വഴുക്കി വീണാലോ. നല്ല അത്യാവശ്യം വഴുക്കലും ഉണ്ട്. ഇനിയിപ്പോൾ ആരും വരാത്ത സ്ഥലമാണ് ഇത്. നടക്കാനായിട്ടൊക്കെ ആൾക്കാരെ കാണാനുണ്ട്. പിന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്തൊക്കെയോ ചെയ്യണമുണ്ട്. എന്തായാലും നല്ല സ്ഥലമായിരുന്നു. നമുക്ക് മനസ്സൊക്കെ ഒന്ന് ശാന്താക്കണമെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പോയിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ആയിട്ട് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിനി പതുക്കെ പോകാൻ നോക്കാനുള്ള പ്ലാനൊക്കെയാണ്. 2 പേരും അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് 2 പേരും. ഇങ്ങനെ നോക്കണ നടുക്കിൽ സെൻട്രലായിട്ടാണ് എന്തോ വെള്ളമൊക്കെ ആയിട്ടുള്ള ഭാഗമുള്ളത്. അവിടെ എന്താണ് ഉള്ളത്? നല്ല തണുപ്പും കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ് എന്തായാലും ഇത്. ഇരിക്കാൻ മരത്തടികളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരോ ഭാഗത്ത്. ചില സ്ഥലത്ത് ഇരിക്കാനുള്ള ശരിക്കും ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഭാഗങ്ങളുണ്ട്. ചില സ്ഥലത്ത് മരത്തടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അവിടത്തേക്കാളൊക്കെ നേരം വൈകിട്ടാണ് ഇരുട്ടാവുക. 7 മണി 7:15 അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നല്ലോണം ഒരു ഇരുട്ട്, 7:30
ഒക്കെ ആവാറാകുമ്പോഴാണ് ഇരുട്ട് വരുള്ളൂ. അതുവരെയൊക്കെ ഇപ്പോൾ ഇതുണ്ട് വെയിലൊക്കെ കാണുന്നു. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഇരുട്ടായെന്നൊന്നും തോന്നില്ല. അത്യാവശ്യം വെയിലൊക്കെ ഇവിടെ ആ സമയത്തൊക്കെയും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി പോവാനായിട്ട് നോക്കുകയാണ്. ആ കണ്ട ആൾക്കാരൊക്കെ നടക്കണമൊക്കെ ഉണ്ട് അങ്ങോട്ടും കൂടെ. ഇവനെന്താണോ ഉദ്ദേശിക്കുന്നത്, ഈ മരം എങ്ങനെയെങ്കിലും മറിച്ചിടാന്നാണോ, ഒറ്റയ്ക്ക് മറിക്കാമെന്നാണോ, അതോ ചേട്ടനെയും കൂട്ടി മറിക്കാമെന്നാണോ? അത് രണ്ടുപേരും കൂടി ഗുസ്തിയൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ. എന്താണെങ്കിലും മറിക്കുകയാണെങ്കിൽ മറിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മറിക്കാം ഇത് ക്ഷീണിച്ച് തളർന്ന് രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നുണ്ട്. മരം അനങ്ങടെ പോലും ഇല്ല എന്നുള്ളതാണ് വേറെ സത്യം. അങ്ങനെ നമ്മളിതാ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പാർക്കിലൊക്കെ കയറി തിരിച്ചിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഈ കാണുന്നതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അത്രയും വലിയൊരു എന്താ പറയുക, ഒരു പ്ലോട്ട് പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. എയർപോർട്ടിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് എനിക്ക് തോന്നണത് നമ്മൾ വരുന്ന വഴിയിൽ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടേക്ക് എത്താറായി. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.